പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ. മെയ് മാസ വണക്കം 25-ാം ദിവസം. എല്ലാ മനുഷ്യരും മരണനിയമത്തിന് അധീനരാണ്. മരണം പാപത്തിൻ്റെ ശിക്ഷയാണ്. തന്നിമിത്തം അമലമനോഹരിയായ മറിയം മരണനിയമത്തിന് വിധേയയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലും പരിശുദ്ധ കന്യക മരിച്ചു എന്നുള്ള പ്രബലമായ വിശ്വാസം സഭയിൽ നിലനിന്നിരുന്നു. ജീവദാതാവായ മിശിഹ പോലും മരണനിയമത്തിന് വിധേയനായതിനാൽ പരിശുദ്ധ കന്യക മരണത്തിന് അധീനയായിരിക്കണമെന്നതാണ് കൗതുകം. ദിവ്യസുതന്റെ സ്വർഗാരോഹണ ശേഷം സ്വർഗത്തെ മാത്രം അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൾ നയിച്ചത്. സ്വപുത്രനോടുള്ള അത്യുജ്വലമായ സ്നേഹവും ഐക്യവും ഈ ലോകത്തിൽ നിന്നും വിമോചനം പ്രാപിക്കുവാനുള്ള ഉത്കടമായ അഭിവാഞ്ച മറിയത്തിൽ ഉളവാക്കിയിരിക്കണം. മറിയം മരണനിയമത്തിന് വിധേയയായത് അവളുടെ ദിവ്യസുതനോട് അനുരൂപയാകുന്നതിനു വേണ്ടിയാണ്. മരണം എല്ലാവർക്കും ഭയാജനകമാണ്. എന്നാൽ പരിശുദ്ധ കന്യകയെ സംബന്ധിച്ചിടത്തോളം മരണം ഭയാനകമല്ലായിരുന്നു. അത് കേവലം ഒരു സ്നേഹനിദ്രയായിരുന്നു. മേരി യാതൊരു മരണവേദനയും അനുഭവിക്കാതെയാണ് കണ്ണുനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്നും നിത്യസൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചത്. പ്രായാധിക്യമോ ശാരീരിക രോഗമോ മറ്റ് ഭൗമിക കാരണങ്ങളെക്കാൾ ഹൃദയത്തിൽ ഉജ്ജ്വലിച്ച ദൈവസ്നേഹാഗ്നിയാലത്രേ മേരി ദിവംഗതയായത്. ആ ദീപം ലോകത്തെ മുഴുവൻ ദീപ്തമാക്കിയ ശേഷം അസ്തമിക്കുന്നതുപോലെ പരിശുദ്ധ കന്യക അവളുടെ ജീവിതത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ധന്യമാക്കിയ ശേഷം സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു. മിശിഹ കാൽവരി മലയിലെ കുരിശിൽ സ്വജീവൻ പരമപിതാവിന് സമർപ്പിച്ച് മരിച്ചതുപോലെ പരിശുദ്ധ കന്യകയും സ്വർഗീയ പിതാവ് ഭരമേൽപ്പിച്ച ദൗത്യം പരിപൂർണമായി നിർവഹിച്ച ശേഷം മരണത്തെ അഭിമുഖീകരിച്ചു. അപ്പോസ്തലന്മാരുടെയും നാഥയുടെ അരുമ സന്താനങ്ങളായ വിശ്വാസികളിൽ പലരുടെയും സാന്നിധ്യത്തിൽ അവരെ ആശീർവദിച്ചനുഗ്രഹിച്ചതിനു ശേഷം അവരോട് വിടവാങ്ങി. അവളുടെ പരിപാവനമായ ആത്മാവ് ഈ പ്രപഞ്ചത്തിൽ നിന്നും സ്വർഗീയ പിതാവിൻ്റെയും അവിടുത്തെ ദിവ്യസുതന്റെയും സന്നിധിയിലേക്ക് പറന്നുയർന്നു. മരിയാംബികയുടെ മരണം ഏറ്റവും ധന്യമായിരുന്നല്ലോ. എല്ലാ ക്രിസ്ത്യാനികൾക്കും മരണത്തിലും അവളുടെ സ്നേഹനിദ്ര മാതൃക നൽകുന്നു. പ്രത്യേകിച്ചും മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സഹായം നമുക്ക് ലഭിക്കുമെങ്കിൽ നല്ല മരണം പ്രാപിക്കുമെന്നുള്ളത് നിസ്തർക്കമാണ്. ഇന്ന് സ്വർഗീയ മഹത്വം അനുഭവിക്കുന്ന വിശുദ്ധന്മാരെല്ലാവരും അവരുടെ ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായിത്തീർന്നത് പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി നിമിത്തമാണ്. നാം എല്ലാ ദിവസവും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന പക്ഷം മരണസമയത്ത് പരിശുദ്ധ കന്യകയുടെ സവിശേഷമായ സഹായം നമുക്ക് ലഭിക്കും. യേശു, മറിയം, യൗസേപ്പ് നമ്മെ സഹായിക്കുന്നതാണ്. പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള ഭക്തി നിത്യരക്ഷയുടെ സുനിശ്ചിതമായ അടയാളമാകുന്നു. ലയോ 11 മാർപ്പാപ്പ ഇപ്രകാരം പ്രസ്താവിച്ചു: എനിക്ക് മറിയത്തെ തരിക, മറിയം എന്നെ പരിത്യജിക്കാതിരിക്കുവാൻ. 13 ലയോ മാർപ്പാപ്പ മരണശയ്യയിൽ കിടന്നുകൊണ്ട് പറഞ്ഞു: നമുക്ക് ഉത്തരീയനാഥയ്ക്ക് ഒരു നവനാൾ കഴിക്കാം. അതിനുശേഷം ഞാൻ സമാധാനപൂർണമായി മരിച്ചുകൊള്ളാം. മറ്റൊരു സംഭവം പറയാം. ആധുനിക യുവജനങ്ങളുടെ മധ്യസ്ഥയും ശുദ്ധത സംരക്ഷിക്കുവാനായി രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്ത വിശുദ്ധ മരിയ ഗോരേത്തിക്ക് പരിശുദ്ധ കന്യകയോട് തികഞ്ഞ ഭക്തിയാണ് ഉണ്ടായിരുന്നത്. അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിന് പ്രേരിപ്പിച്ചപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നതിനാൽ ഈ പിഞ്ചുബാലിക അയാളുടെ കഠാരക്കിരയായി. മരണത്തെപ്പോലും തൃണവൽക്കരിച്ചുകൊണ്ട് ശുദ്ധത സംരക്ഷിക്കുവാൻ സാധിച്ചത് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സഹായത്താലാണെന്ന് മരണത്തിനു മുൻപ് ആശുപത്രിയിൽ വെച്ച് അവൾ പറഞ്ഞു. തന്നെ നിഷ്കരുണം കുത്തിമുറിവേൽപ്പിച്ച ആ യുവാവിനോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് ചോദിച്ചതിന് ആ ബാലിക ഇപ്രകാരമാണ് മറുപടി പറഞ്ഞത്: കുരിശിൻ ചുവട്ടിൽ വെച്ച് യേശുവിനെ കുരിശിൽ തറച്ചവരോട് ക്ഷമിച്ച നമ്മുടെ അമ്മ പരിശുദ്ധ കന്യകാമറിയത്തെ പ്രതി തെറ്റുകളെല്ലാം ഞാൻ അലക്സാണ്ടറോട് ക്ഷമിച്ചിരിക്കുന്നു. മാത്രമല്ല, മരണത്തിനു മുൻപ് അലക്സാണ്ടറിന്റെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയും ചെയ്തു. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സന്നിധിയിൽ മരിയ ഗോരേത്തി ചെയ്ത പ്രാർത്ഥനകളാണ് തന്നെ രക്ഷിക്കുന്നത് എന്ന് അലക്സാണ്ടർ പറഞ്ഞിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കന്യകെ, അങ്ങയുടെ മരണം ഒരു സ്നേഹനിദ്രയായിരുന്നുവല്ലോ. അങ്ങയുടെ ദിവ്യകുമാരനോട് ഐക്യപ്പെടുവാനുള്ള ഉത്കടമായ അഭിവാഞ്ഛയുടെ പൂർത്തീകരണമായിരുന്നു. നാഥേ, ഞങ്ങൾ നല്ല മരണം ലഭിച്ച് അങ്ങയോടും അങ്ങേ തിരുക്കുമാരനോടും കൂടി സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ നിത്യരക്ഷയുടെ പ്രതിബന്ധങ്ങൾ നിരവധിയാണ്. അവയെ വിജയപൂർവ്വം തരണം ചെയ്ത് നിത്യാനന്ദത്തിൽ എത്തിച്ചേരുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപികളുടെ സങ്കേതമേ,
ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ.